നമസ്കാരം. ഇന്ന് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. 2012 ഒക്ടോബർ 11 യുണൈറ്റഡ് നേഷൻസ് ഈ ദിനം വിളംബരം ചെയ്തത്. പെൺകുട്ടികളുടെ വ്യക്തിത്വ വികസനം, സമൂഹത്തിലുള്ള തുല്യ പങ്കാളിത്തം, ഉയർന്ന വിദ്യാഭ്യാസം, ബഹുമുഖമായ പ്രവർത്തനം, നിയമസഹായം, അക്രമ പ്രതിരോധം എന്നിവയെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ നിരീക്ഷിക്കാനും പരിഹരിക്കാനും വേദിയൊരുക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. കുട്ടികളുടെ പഠനത്തിനും കായികക്ഷമതയ്ക്കും കാര്യശേഷിക്കും മാനസിക ശാരീരിക ആരോഗ്യത്തിനും അനുയോജ്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാനും ദേശത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളെ അവരെ ഭാഗമാക്കാനും ഈ സംരംഭത്തിന് കഴിയും. പെൺകുട്ടികൾക്കെതിരെയുള്ള അക്രമ സംഭവങ്ങൾ പത്രം, മാസിക, മറ്റ് മീഡിയകൾ എന്നിവയിലൂടെ നാം ദിവസവും കാണുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കലാണ് എല്ലായിടത്തും അരങ്ങേറുന്നത്. പകലും രാത്രിയും നമ്മുടെ സഹോദരിമാർ തെരുവിലും വിജനതയിലും കലാലയങ്ങളിലും പ്രവർത്തന മേഖലകളിലും അവഹേളിക്കപ്പെടുന്നു. ഇരുളിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന ലക്ഷക്കണക്കിന് പെൺസന്തതികൾ ലോകത്തുണ്ട്. കാരണം അന്ധകാരത്തിൽ നിന്ന് അവരിലേക്ക് ഇടഞ്ഞെത്തുന്ന ആർത്തിയും പേയും പിടിച്ച ഞരമ്പ് രോഗികളുടെ ദുഷിച്ച കരങ്ങൾ ഒരു നടുക്കത്തോടെ സ്മൃതി മണ്ഡലത്തിൽ തിളച്ചുമറിയുന്നു. ഈ അവസ്ഥയെ സധൈര്യം നേരിടാനുള്ള കരുത്തും മനോധൈര്യവും ആർജിക്കാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഇന്ത്യൻ നാഷണൽ ഗേൾസ് ചൈൽഡ് ദിനത്തിന്റെ ആഹ്വാനം. ആഗോളമായ ഒരു കർമ്മ പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ സമൂഹ സംഘടന ശക്തിയിൽ ഒരാൾ എന്ന ആത്മവിശ്വാസം ഓരോ പെൺകുട്ടിയിലും ഉണ്ടായിരിക്കേണ്ടതാണ്. പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കാനഡയിലെ അന്തർദേശീയ പ്രതിനിധികൾ കനേഡിയൻ ഫെഡറൽ ഗവൺമെന്റിൽ സ്വാധീനിച്ച് കൂടുതൽ അംഗങ്ങളെ പ്രവർത്തന സന്നദ്ധരാക്കാനുള്ള ശ്രമം തുടർന്നു വരികയായിരുന്നു. അങ്ങനെ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ സ്ത്രീ സുരക്ഷിതത്വ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന റോനോ ആംബ്രൻസ് എന്ന കനേഡിയൻ മിസ്റ്റർ ഈ വിഷയം 2011 ഡിസംബർ 11 വോട്ടിനിട്ട് പാസാക്കി. തുടർന്ന് 2012 ഒക്ടോബർ 11 ഈ ദിനം പ്രാബല്യത്തിലായി. കാലാന്തരത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ലോകമെങ്ങും പ്രചരിക്കുകയും ചെയ്തു. സാമ്പത്തിക പരാധീന അനുഭവിക്കുന്ന പെൺകുട്ടികൾക്ക് ധനശേഖരണം നടത്തുക, കായിക പരിശീലനത്തിനും വിദ്യാഭ്യാസത്തിനും ഉയർന്ന നിലയിലേക്കുള്ള ലക്ഷ്യം പ്രാപ്തിക്കും സൗകര്യത്തിനും ഒരുക്കുക എന്നിവയെല്ലാം ഈ സന്നദ്ധ സംഘടനത്തിലൂടെ ഇതര പ്രവർത്തികൾ മേഖലകളാണ്. യുവാക്കളോടൊപ്പം എല്ലാ രംഗത്തും തുല്യ സമാനത ഉറപ്പുവരുത്തുന്ന ആഗോള ബോധവൽക്കരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിശ്വമെങ്ങും പെൺകുട്ടികളുടെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും നമ്മുടെ കയ്യിൽ സുരക്ഷിതരായിരിക്കുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.